ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ പോയിന്റ്. എന്ന് നമ്മുടെ ചാനലിൽ സിനിമാ വാർത്തകളും അപ്ഡേറ്റുകളും ഒക്കെ പങ്കുവെക്കാറുണ്ട്. സോ ഇന്നത്തെ അപ്ഡേറ്റുകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ശിവകാർത്തികേയൻ, വിദ്യുത് ജമാൽ, രുക്മിണി വസന്ത് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി AR മുരുകദോസ് സംവിധാനം ചെയ്തു വരുന്ന ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് മദ്രാസി. നിലവിൽ മദ്രാസിയുടെ അവസാനഘട്ട ചിത്രീകരണം ശ്രീലങ്കയിൽ വെച്ച് നടന്നു വരികയാണ്. ഇപ്പോൾ ഈ ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ 5-ാം തീയതി മദ്രാസി റിലീസിന് എത്തിക്കാനുള്ള തീരുമാനത്തിൽ ചിത്രത്തിന്റെ തിയേറ്റർ ചാർട്ടിംഗ് വർക്കുകൾ മൂവി ടീം ആരംഭിച്ചതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. അല്ലു അർജുനെ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്യാനിരിക്കുന്ന AA22 കാസ്റ്റിംഗ് വർക്കുകൾ നിലവിൽ നടന്നു വരികയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്ന കാര്യമാണ് AA22 അല്ലു 3 വ്യത്യസ്ത ഗെറ്റപ്പുകളിലാണ് ചിത്രത്തിൽ എത്തുന്നതെന്ന്. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ജാൻവി കപൂർ, മൃണാൽ താക്കൂർ, ദീപിക പദുകോൺ നായിക വേഷങ്ങൾ കൈകാര്യം ചെയ്യും. സിനിമയുടെ ചിത്രീകരണം ഈ ജൂണിൽ തന്നെ ആരംഭിക്കും. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്തു വരുന്ന ജയിലർ 2 ഷൂട്ടിംഗ് വർക്കുകൾ ഈ വർഷം ഡിസംബർ മാസത്തിലാവും പൂർത്തിയാവുകയെന്നും 2026 മാർച്ച് മാസത്തിൽ ചിത്രം റിലീസിനെത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്തിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തന്നെയാണ്. ആസിഫ് അലിയെ നായകനാക്കി താമർ സംവിധാനം ചെയ്ത് റീസെന്റ് ആയി തിയേറ്റർ റിലീസ് ചെയ്ത ഏറ്റവും പുതിയ മലയാള സിനിമയാണ് സർക്കിട്ട്. ചിത്രം തിയേറ്ററിൽ ഒരു പരാജയമായിരുന്നു. ഈ ചിത്രത്തിന്റെ OTT റിലീസ് അപ്ഡേറ്റ് പലരും കമന്റ് മുഖേന ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സർക്കിട്ടിന്റെ OTT അവകാശങ്ങൾ സോണി ലിവ് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. കൃത്യമായ റിലീസ് തീയതി ലഭ്യമായില്ലെങ്കിൽ കൂടി ചിത്രം ഈ വരുന്ന ജൂൺ മാസം 2-ാം വാരത്തിൽ OTT റിലീസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ആദിപുരുഷ എന്ന സിനിമയ്ക്ക് ശേഷം ധനുഷിനെ നായകനാക്കി ഓം റാവത്ത് സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ പ്രഖ്യാപനം ഇന്നലെ നടക്കുകയുണ്ടായി. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജീവചരിത്രം പറയുന്ന ഈ ചിത്രത്തിന് കലാം എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. കാശ്മീർ ഫൈൽസ് എന്ന സിനിമ നിർമ്മിച്ച അഭിഷേക് അഗർവാൾ ആണ് കലാം നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ഉടൻ തന്നെ ആരംഭിക്കും. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഇതുവരെയുള്ള കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ചിത്രം റിലീസിനെത്തിയിട്ട് ഇന്ന് 14 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. 14 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 12,50,00,000 രൂപയോളം സ്വന്തമാക്കിയ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നത് 19 കോടി രൂപയിലേക്കും എത്തപ്പെട്ടിട്ടുണ്ട്. ഉലക നായകൻ കമലഹാസനെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്ത തഗ് ലൈഫ് എന്ന ചിത്രം ഈ വരുന്ന ജൂൺ 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുകയാണ്. ഇപ്പോൾ ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗിനെ പറ്റി ഒരു ന്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വരുന്ന മെയ് 31-ാം തീയതി മുതൽ തഗ് ലൈഫിന്റെ ഓൺലൈൻ ബുക്കിംഗുകൾ ആരംഭിക്കും. ഇനി തഗ് ലൈഫിന് ശേഷം കമലഹാസൻ അടുത്തതായി ജോയിൻ ചെയ്യുന്നത് സ്റ്റണ്ട് കൊറിയോഗ്രാഫേഴ്സായ അൻപരവ് മാസ്റ്റർ സംവിധാനം ചെയ്യാനിരിക്കുന്ന KH237 എന്ന ചിത്രത്തിലാണ്. ഈ സിനിമയുടെ ചിത്രീകരണം ജൂൺ മാസം 17-ാം തീയതി മുതൽ ആരംഭിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ആകെ 2 മാസത്തെ ഡേറ്റ് മാത്രമാണ് KH237 വേണ്ടി കമലഹാസൻ നൽകിയിട്ടുള്ളത്. അനിരുദ്ധ് മ്യൂസിക് ഒരുക്കുന്ന KH237 രാജ് കമൽ ഫിലിംസിന് വേണ്ടി കമലഹാസൻ തന്നെയാണ് നിർമ്മിക്കുക. ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും സിനിമയുടെ ആദ്യ 28 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ റിലീസിനെത്തി 28 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 114 കോടി രൂപയോളം സ്വന്തമാക്കിയ തുടരും സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നത് 226,50,00,000 രൂപയിലേക്കും എത്തപ്പെട്ടു കഴിഞ്ഞു. ഇനി നാളെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമകളുടെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. 1. ആസാദി. ശ്രീനാഥ് ബാസി, ലാല്, വാണി വിശ്വനാഥ്, സൈജു കുറുപ്പ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിയോ ജോർജ് സംവിധാനം ചെയ്ത ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് ആസാദി. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ലഭിച്ച ആസാദിയുടെ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 11 മിനിറ്റും. 2 ഡിറ്റക്റ്റീവ് ഉജ്ജലൻ, ധ്യാൻ ശ്രീനിവാസൻ, സിജു വിൽസൺ, കോട്ടയം നസീർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഇന്ദ്രനീലും രാഹുൽജിയും ചേർന്ന് സംവിധാനം ചെയ്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ കോമഡി ത്രില്ലർ മൂവിയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജലൻ. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ലഭിച്ച ഈ സിനിമയുടെ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 4 മിനിറ്റും. 3. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. ഗോളം എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ രഞ്ജിത്ത് സഞ്ജീവ് കേന്ദ്ര കഥാപാത്രമായിട്ടെത്തുന്ന ഒരു ഫാമിലി ഡ്രാമ മൂവിയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. സെൻസർ ബോർഡിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന്റെ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 11 മിനിറ്റും. 4. മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ. ഇന്ദ്രജിത്ത്, അനശ്വരരാജൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത ഒരു റൊമാന്റിക് കോമഡി ഡ്രാമ മൂവിയാണ് മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ. സെൻസർ ബോർഡിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിച്ച ഈ ചിത്രത്തിന്റെ റണ്ണിംഗ് ടൈം 1 മണിക്കൂറും 59 മിനിറ്റും. 5. എയ്സ്. വിജയ് സേതുപതി, രുക്മിണി വസന്ത്, യോഗി ബാബു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അറുമുഖ കുമാർ സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് എയ്സ്. സെൻസർ ബോർഡിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിച്ച ഈ ചിത്രത്തിന്റെ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 36 മിനിറ്റും. 6. 916 കുഞ്ഞുട്ടൻ. ഗിന്നസ് പക്രു, ടെനി ടോം എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആര്യൻ വിജയ് സംവിധാനം ചെയ്ത ഒരു കോമഡി ഡ്രാമ മൂവിയാണ് 916 കുഞ്ഞുട്ടൻ. സെൻസർ ബോർഡിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിച്ച ഈ ചിത്രത്തിന്റെ റണ്ണിംഗ് ടൈം 1 മണിക്കൂറും 56 മിനിറ്റും. 7. നരിവേട്ട. ടൊവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, ചേരൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ മൂവിയാണ് നരിവേട്ട. സെൻസർ ബോർഡിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിച്ച നരിവേട്ടയുടെ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 19 മിനിറ്റും. ഈ സിനിമകൾ കൂടാതെ ബോളിവുഡിൽ നിന്നും രോമാഞ്ചം സിനിമയുടെ റീമേക്കായ കപ് കബിയും നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. ഫഹദ് ഫാസിലിനെ നായകനാക്കി ജിത്തുമാധവൻ സംവിധാനം ചെയ്ത് 2024 തിയേറ്ററുകളിലേക്ക് എത്തി മെഗാ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ആവേശം സിനിമയ്ക്ക് 2-ാം ഭാഗം വരുമെന്ന് കുറച്ച് നാളുകളായി കേൾക്കുന്ന ഒരു വാർത്തയാണ്. എന്തായാലും ആ കാത്തിരിപ്പിന് ഇനി വിരാമം വിടാം. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ആവേശം 2-നായിട്ടുള്ള ഒരു ത്രെഡ് ജിത്തുമാധവൻ ഫഹദ് ഫാസിലിനെ പറഞ്ഞു കേൾപ്പിച്ചെന്നും ഫഹദ് ആവേശം 2-ന് ഓക്കെ പറഞ്ഞിട്ടുണ്ടെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂവി ടീം ഇപ്പോൾ 2-ാം ഭാഗത്തിന്റെ സ്ക്രിപ്റ്റ് വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു.
30 കോടി രൂപ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തി 156 കോടി രൂപയോളം തിയേറ്റർ കളക്ഷനായി സ്വന്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗം എത്തുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ്. എന്തായാലും ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കാം. സൂര്യയെ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്തു വരുന്ന സൂര്യ 45 എന്ന ചിത്രം ഒരു മാസ് കൊമേഴ്ഷ്യൽ മൂവിയാണെന്ന് ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മലയാളി താരം സ്വാസിക തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് മാത്രവുമല്ല, സൂര്യയും തൃഷയും RJ ബാലാജിയും സ്വാസികയും സൂര്യ 45-ൽ അഡ്വക്കേറ്റിന്റെ വേഷത്തിലാണ് എത്തുകയെന്നും സ്വാസിക സൂചിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ച സൂര്യ 45 ഈ വർഷം ഒക്ടോബർ 16-ാം തീയതി ദീപാവലി റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്തു വരുന്ന ബബ്ബബ്ബ എന്ന സിനിമയുടെ ഭാഗത്തു നിന്നും ഒരു ഒഫീഷ്യൽ പോസ്റ്റർ മൂവി ടീം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആദ്യം തന്നെ പോസ്റ്റർ ക്വാളിറ്റിയെ പറ്റിയും ദിലീപിന്റെ ലുക്കിനെ പറ്റിയും എല്ലാം എടുത്തു തന്നെ പറയണം. കഴിഞ്ഞ കുറച്ച് സിനിമകളിൽ എന്തൊക്കെയോ കുറവുകൾ ഉള്ളതായി പലരും പറഞ്ഞിരുന്നു. ആ സിനിമകളിലെ ദിലീപിന്റെ ലുക്കും സ്റ്റൈലും വെച്ച് നമുക്ക് പോലും അത് തോന്നിയിട്ടുണ്ട്. എന്നാൽ ആ കുറവുകളെല്ലാം പരിഹരിക്കുന്ന ഒരു ഇടിവെട്ട് ഐറ്റം തന്നെയാവും ബബ്ബബ്ബ എന്ന് ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, ദിലീപിന്റെ ലക്കിയസ്റ്റ് ഡേ എന്നറിയപ്പെടുന്ന ജൂലൈ 4-ാം തീയതി ഒരു മേജർ അപ്ഡേറ്റ് സിനിമയുടെ ഭാഗത്തു നിന്നും പുറത്ത് വരുന്നുണ്ടെന്നും പോസ്റ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മേ ബി ഒരു ടീസറോ ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപനമോ ആവാം മൂവി ടീം പുറത്തുവിടുക. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുന്നവരോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. എന്നും രാത്രി 9 മണി ടൈമിൽ നമ്മുടെ സിനിമാ വാർത്തകൾ പങ്കുവയ്ക്കുന്ന വീഡിയോ വരും. ആ വീഡിയോ നിങ്ങൾ മിസ്സാകാതിരിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.